ഗൗരിയുടേത് ഫുള്ളിനോട് കാണണമെന്നുണ്ടെങ്കിൽ ഫുള്ളിനോട് കാണാം, സെമിനോട് കാണണമെന്നുണ്ടവർക്ക് സെമിനോട് കാണാം. നിങ്ങളൊരു നൂഡ് എൻ്റെ കൂടെ ചെയ്തിട്ട് നിങ്ങളത് ഫ്രീ ആയിട്ട് ഇട്ട് കാണിക്കും ആൾക്കാരെ. അപ്പം ഞാൻ എൻ്റെ വർക്ക് ചെയ്തിട്ട് വർക്കിന് നമുക്ക് എന്തായാലും പേയ്മെൻറ്റ് വേണമല്ലോ. ഞാൻ എവിടെയെങ്കിലും പോയി നിന്നിട്ട് ചേട്ടൻ എനിക്കൊരു 50,000 രൂപ താഴെ അല്ലെങ്കിൽ ചേട്ടൻ്റെ കൂടെ ഞാൻ വരാം എന്നൊരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ചേട്ടൻ്റെ രീതിക്ക് എന്നെ കിട്ടാത്തത് കൊണ്ട് ചേട്ടൻ പറയുന്നതായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലിട്ടേക്കുന്ന ബ്രാ കണ്ടു, അല്ലെങ്കിൽ ഗൗരിയുടെ പാൻറ്റീസ് കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പൊതുവെ ബിക്കിനി ഇപ്പം നമ്മളൊന്ന് മുണ്ട് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ അറ്റവും മൂലമായിരിക്കും മനുഷ്യർ കണ്ടിട്ട് സംസാരിക്കുക എന്ന് പറയണത്. പെണ്ണുമ്പിള്ളയുടെ മാറടവും മറ്റു സ്വകാര്യ ഭാഗങ്ങളും കാണിച്ച് വൈറലാകുന്നു അമ്മച്ചിയുടെ ഇറച്ചി കച്ചവടം. എല്ലാവരും അങ്ങനെയല്ലേ? പൊതുവെ എല്ലാവരും മാറിടങ്ങളും വയറും കുണ്ടിയൊക്കെ കാണിച്ച് എല്ലാവരും ജീവിക്കണം. അപ്പം ഞാൻ എൻ്റെതായ രീതിയിൽ ഞാനും നോക്കട്ടെ. ലെസ്ബിയൻ ഫോട്ടോഷൂട്ട് ഒരുപാട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ രശ്മിയുടെ കൂടെ എടുത്തിട്ടുണ്ട്. ആ പുള്ളിക്കാരത്തേക്ക് എന്നോടൊരു ഇഷ്ടം തോന്നി, നമ്മൾ ആഗ്രഹം സാധിച്ചു കൊടുത്തു, ഇത്ര മാത്രം. അതാണ് അങ്ങനെ ഒരു ഷൂട്ട് ചെയ്യാന്ന് വെച്ചത്. നിന്നേക്കാളും അന്തസ്സുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന പേശികൾക്ക് പോലും. ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന പൊതുവെ ഇപ്പൊ ഏതൊരു സ്ത്രീകളെയും മോശമായിട്ട് പറയാൻ ആർക്കും നമ്മൾ ലൈസൻസ് കൊടുത്തിട്ടില്ല. ഇപ്പം ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നവർക്ക് അവരുടെ വിശപ്പ് മാറ്റാനായിരിക്കാം അവർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നതെന്ന് പറയുന്നത്. ഒഴിഞ്ഞു നോട്ടം നമ്മുടെ മലയാളികളുടെ ആയാലും പുറത്തുള്ള ആൾക്കാരിലും അത് സ്വാഭാവികമാണ്, അതൊരിക്കലും മാറില്ല. മാന്യമായ ഡ്രസ്സുകൾ ധരിച്ച് എൻ്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സുകൾ ധരിച്ചാണ് ഞാൻ പൊതുവെ വന്നിട്ടുള്ളതെന്ന് പറയുന്നത്. അല്ലാതെ ഒരിടത്തും ഞാൻ മോശമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും പബ്ലിക്കിൽ പോയിട്ടില്ല. ഇപ്പോൾ ലെസ്ബിയൻ ഫോട്ടോഷൂട്ട് ഒരുപാട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ രശ്മിയുടെ കൂടെ എടുത്തിട്ടുണ്ട്, കാമവാഹിനിയുടെ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു ഇതൊക്കെ ചെയ്യുമ്പോഴത്തേനും അവളൊരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? കാരണം അവരായിട്ടുള്ള കിടക്കാച്ചി. രശ്മി ചേച്ചിയുടെ കൂടെ രണ്ടാമത്തെ തവണയാണ് ഞാൻ ഷൂട്ട് ചെയ്യണേ. എനിക്ക് ഓക്കെയാണ്. നേരത്തെ ഫസ്റ്റ് ടൈം ചെയ്യുമ്പം ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു ചമ്മൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പൊതുവേ നമ്മളതൊരു ചെയ്യാത്തൊരു ടീം വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഇത് വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവരുടെ വർക്ക് കഴിഞ്ഞ് വരുന്നിടം വരെ അവർ നമ്മൾ സേഫ് ആണോ എന്ന് വിളിച്ച് ഞാൻ പറഞ്ഞു, നമ്മുടെ ചോദ്യത്തിൻ്റെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ആൾക്കാരിലും വ്യത്യസ്തതയുള്ള ആൾക്കാരാണ് ഞാനിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ. കാരണം അവരെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറയുന്നു എന്നുള്ളതല്ല, അവരുടെ നല്ല കാര്യങ്ങളും നമ്മൾ പറയണമല്ലോ. ഇന്ന് അവരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് മോശമായ ഒരു അനുഭവം എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല. കാരണം എൻ്റെ നാട്ടുകാരും കൂടിയാണ്. പിന്നെ രണ്ടാമത് എന്താ പറയുക, ഞാൻ ചെയ്ത വർക്കിൽ ഞാൻ ഓക്കെയാണ്. അതിൻ്റെ അകത്ത് എനിക്ക് മോശമെന്ന് ഒരാളെയും പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ഇഷ്ടം പ്രകാരമല്ല ഞാൻ ഒരാളുടെ കൂടെ ഒരു വർക്കിന് പോകുന്നത്. എനിക്കതുകൊണ്ട് ഓക്കെയാണ്. ഈ രശ്മിയുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അവരൊരു തീം ബേസ് ആയിട്ടാണ് ചെയ്തിരുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി വീഡിയോസിൽ നല്ല എക്സ്പോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഗൗരി ചേച്ചി നല്ലതായിരുന്നു, സൂപ്പറായിട്ടുണ്ട്. കാരണം പേജിൽ ഞാൻ പറയുന്നുണ്ടല്ലോ, ഇവരെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഓരോ റീലിൻ്റെ അടിയിലും ചേച്ചിയുമായിട്ടുള്ള വീഡിയോ കണ്ടു, അല്ലെങ്കിൽ ഇന്ന ചേച്ചിയുമായിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു, അത് സൂപ്പറായിട്ടുണ്ടായിരുന്നു, ഇനി അടുത്തതുണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് അവിടെ വരുന്നത്. ഈ കാമവാഹിനിയായിട്ടോ, കാമവാഹിനി കുറച്ച് നാളായിട്ട് വരുന്നു, ഞാനും വടയക്ഷയുണ്ട്, എനിക്ക് അവളുടെ വടയിലിരുന്ന് കള്ളു കുടിക്കണം എന്നും പറഞ്ഞ് സ്വാഭാവികമായിട്ട് ആ വീഡിയോ ഉണ്ട്. നമ്മുടെ നേവലിൽ റം ഒഴിച്ചിട്ട് കുടിക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അത് എങ്ങനെയായിരുന്നു അത് അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാം എന്ന് തീരുമാനിച്ചത്? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്നോടല്ല, അല്ലെങ്കിൽ ഒരു പൊതുവെ നമുക്കൊരാളിനോട് ഒരു ഇഷ്ടം തോന്നുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ പുള്ളിക്കാരത്തേക്ക് എന്നോടൊരു ഇഷ്ടം തോന്നി, നമ്മൾ ആഗ്രഹം സാധിച്ചു കൊടുത്തു, ഇത്ര മാത്രം. അതാണ് അങ്ങനെ ഒരു ഷൂട്ട് ചെയ്യാന്ന് വെച്ചത്. അതൊരു തീമായിട്ട് അവരുടെ ആഗ്രഹം കൂടെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് സാധിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. ഇപ്പം ഇതുപോലെയുള്ള ഷൂട്ടുകൾ ചെയ്യുമ്പോഴത്തേനും ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ വേറെയുള്ള എന്തെങ്കിലും ഒരു ഇപ്പോൾ പറയാം എന്താ ഏതെങ്കിലും ഒരു തീമായിട്ട് കണ്ടു മനസ്സിലാക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സജഷൻ എടുക്കാനോ അങ്ങനെയൊക്കെ പോകാറുണ്ടോ? ഇല്ല, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എവിടെയെങ്കിലും എൻ്റെ പിക്ചേഴ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വർഷങ്ങളായി ചെയ്തിറക്കിക്കൊണ്ട് വന്ന ഒരുപാട് കണ്ടന്റുകളുണ്ട്. ഇപ്പൊ ഫ്ലവർ വെച്ചിട്ട് ഞാനാണ് ചെയ്തത്. മറ്റേ നമ്മുടെ ഒരു ഫോയിലർ പേപ്പർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് പൊതിഞ്ഞൊരു വൈറ്റ് കളറിൽ നമ്മൾ ഈ വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്തിട്ട് അടയ്ക്കുന്നിതില്ലേ, ആ ഇത് വെച്ചിട്ട് ഞാനാണ് ചെയ്തത്. ഇപ്പൊ അത് കോപ്പി പോസ്റ്റ് ആയിട്ട് എന്തോരം പേര് ചെയ്തിരിക്കുന്നു. കാരണം അത് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ അപ്പോൾ ഇത് മെൻഷൻ തന്നെ അവിടെ ചെയ്യാറുണ്ട്, ഗൗരി ചേച്ചി ഇത് കോപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഒരാൾ മറ്റേ ബ്രസ്റ്റിൻ്റെ അവിടെയും ദേഹത്തും എല്ലാം കൂടെ ഫ്ലവർ പൊതിഞ്ഞുകൊണ്ടുള്ള ഷൂട്ട് ചെയ്തത്. അത് ഞാനും നന്ദഗോപൻ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറും നമ്മുടെ എറണാകുളത്തുള്ള 2 ആൾക്കാരുമായിട്ട് ചെന്ന് തൊടുപുഴയിൽ വെച്ചിട്ട് ചെയ്ത ഷൂട്ടാണ്. അതിപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. വേറെ ഏതൊക്കെ ഫോട്ടോസ് അങ്ങനെ എടുത്ത് ചെയ്തിട്ടുണ്ട് കോപ്പി പേസ്റ്റ് പോലെ? പിന്നെ
അരഞ്ഞാണം ഉം. അത് പിന്നെ ബിക്കിനിയിൽ വരുന്ന നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന അതേ പാറ്റേണിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ പുറത്തുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് പുറത്തുനിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഏരിയ ഒക്കെ ആണെന്ന് തോന്നുന്നു ഷൂട്ടിനായിട്ട് ഉപയോഗിക്കണേ അല്ലേ, ലൊക്കേഷൻസ് ഉപയോഗിക്കുന്നത്. അതെന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്തറിയുന്ന സുഹൃത്തുക്കൾ വന്നിട്ട് കണ്ടന്റ് ഇപ്പോൾ ഒരു ദിവസം രാവിലെ വന്നു, ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഒരു 3-4 പേര് ഞങ്ങൾ ഒത്തുകൂടുന്ന ഒരു സമയം ഇടയ്ക്ക് വരും. അപ്പം ഫോട്ടോഗ്രാഫേഴ്സ് അവരുടെ ഞാൻ പറഞ്ഞല്ലോ എക്സ്റേ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരുമായിട്ടിരിക്കുന്ന സമയത്ത് അവൻ ക്യാമറയും കൊണ്ട് വരുന്ന സമയം നമ്മുടെ വീട്ടിലിരിക്കുന്ന ഓൺ കോസ്റ്റ്യൂം നമ്മുടെ കയ്യിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇരിക്കുന്നത് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കും. അന്നേരം അത് ഒരു 7-8-10 ഓൾറെഡി ഷൂട്ട് ചെയ്യും. 10 കോസ്റ്റ്യൂം 12 കോസ്റ്റ്യൂം എടുക്കും. അപ്പം ഇടയ്ക്കിടയ്ക്കായിട്ട് ഇത് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ഒരാൾ തന്നെ എടുത്ത് ഇവിടുന്ന് ഒറ്റ ഒരു ദിവസം അല്ലെ 10 ദിവസം കൊണ്ടല്ല, ഇത് ഒരു ദിവസം കൊണ്ടായിരിക്കും എടുത്ത് വെച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അത് പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മുടെ ഇവിടെയല്ല, നമ്മൾ ലൊക്കേഷനായിട്ട് എടുക്കുന്ന പുറത്താണ്. അപ്പം ഇങ്ങനെ ഈ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേനും, കാരണം സദാചാരവാദികൾ ഒരുപാടുണ്ടല്ലോ, ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പ്രതിസന്ധിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വാഗമണ്ണ് പോയി, കുറെ അമ്മച്ചിമാരുടെ കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ റീലുകളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല ഇതാണ്, കണ്ടു കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞെ കൊള്ളാം എന്നും പറഞ്ഞിട്ട് വരാറുണ്ട്. അതിൻ്റെ അകത്ത് അവർക്കതൊരു വൾഗാരിറ്റിയോ, ഇപ്പൊ എല്ലാവർക്കും ബിക്കിനി എന്താണെന്നും അല്ലെങ്കിൽ ചട്ടമുണ്ടും എന്താണെന്ന്, ബ്ലൗസും നമ്മുടെ മുണ്ടും എന്താണെന്നുള്ളതും, നമ്മളുടെ വീട്ടുകളിൽ നമ്മുടെ പഴയ കാലഘട്ടത്തിൽ നമ്മുടെ അമ്മച്ചിമാരും മുത്തശ്ശിമാരെന്ന് പറയും. ഇപ്പം അമ്മയൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പം നൈറ്റിയാണ്. അല്ലാത്തവരെന്ന് പറയുമ്പം നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ എളുപ്പം അവർ തോർത്തിട്ടിട്ടല്ല, എളുപ്പം ഇങ്ങനെ ഒന്ന് എടുത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് എടുത്തിടുന്നതെന്ന് പറയണേ. അല്ലെങ്കിൽ ബ്ലൗസും ഇതും കൊണ്ടല്ലേ. അതിൻ്റെ അകത്ത് അമ്മച്ചിമാരുടെ ഇത് ക്ലീവേജ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ വയറ് കാണുന്നുണ്ടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? നമ്മൾ പിൻട്രസ്റ്റിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല പഴയ കാലഘട്ട ഫോട്ടോകൾ എന്നും പറഞ്ഞിട്ട്. അത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്. യൂട്യൂബിൽ തന്നെ അടിച്ചു നോക്കിയാൽ മതിയല്ലോ, ഇമേജസ് കാണിക്കുമല്ലോ അതിൻ്റെ അകത്ത്. ഇപ്പം ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴത്തേനും ആൾക്കാർ ഈ ഒളിഞ്ഞു നോട്ട സ്വഭാവമൊക്കെ ഉള്ളതാണല്ലോ. ഒളിഞ്ഞു നോട്ടം നമ്മുടെ മലയാളികളുടെ ആയാലും പുറത്തുള്ള ആൾക്കാരിലും അത് സ്വാഭാവികമാണ്, അതൊരിക്കലും മാറില്ല. അതുണ്ടോ ഫോട്ടോ എടുക്കുമ്പോൾ? ഒളിഞ്ഞു നോട്ടം എന്ന് പറയുന്നത് നമ്മൾ പോകുന്നിടത്ത് നമ്മുടെ ഫോട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒളിഞ്ഞു നോക്കുന്നു എന്നുള്ളത് ഞാൻ ഒരിക്കലും ഒരാളെ മോശമായിട്ട് പറയില്ല. കാണുമ്പം അവർ നോക്കി നിൽക്കും, സ്വാഭാവികമാണ്. നമ്മൾ അവരെ കണ്ണടച്ചു വെക്കാനോ കണ്ണുപോയി കുത്തിപ്പൊട്ടിക്കാനോ പറ്റില്ല. അവരൊരു ബിക്കിനിയിൽ നിൽക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ടൊന്ന് നോക്കി പോകും. ഇപ്പം ഞാൻ പറയണത് കോവളം ബീച്ചിൽ ചെന്നിട്ട് നീ ഒരു ഇന്നർ വെയറിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നീ നിൻ്റെതായ ശരീരം ഫുൾ കാണിച്ചുകൊണ്ട് നീ നിൽക്കുമ്പോൾ ഞാനായാലും ഒന്ന് നോക്കി പോകില്ലേ, സ്വാഭാവികമല്ലേ. ഇപ്പം തിരിച്ച് അതേപോലെ ഓപ്പോസിറ്റ് ഞാൻ പോയിട്ട് കോവളം ബീച്ചിൽ ഇരിക്കുകയാണ്, ബിക്കിനി ഇട്ടിട്ടിരിക്കണു, ഇച്ചിരി കണ്ടു കഴിയുമ്പോൾ ഒന്ന് നോക്കി പോകില്ലേ? അത് തെറ്റാണോ? നമ്മുടെ കണ്ണ് നമുക്ക് പൊട്ടരല്ല നമ്മളാരും. നമുക്ക് കണ്ണ് ദൈവം തന്നിരിക്കുന്ന കാണുവാനാണ്, അല്ലാതെ കണ്ണടച്ചിരിക്കാനല്ലല്ലോ. അപ്പം ആൾക്കാർ കാണും, അതിൻ്റെ അകത്ത് മോശ കമൻറ്റുകൾ ഇടും, സ്വാഭാവികമാണ്. നമുക്ക് അവരെ തിരുത്താൻ പറ്റില്ല, പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, അത്രമാത്രം. പക്ഷേ ഗൗരി ഈ ഫോട്ടോസ് എടുത്തേക്കണൊന്നും കോവളം ബീച്ചിലോ അവിടെ ഒന്നും അല്ല ഈ ബിക്കിനിയിൽ വന്നിരിക്കുന്നത്. എല്ലാം നമ്മുടെ നാടൻ പ്രദേശങ്ങളായ ഫോട്ടോയിൽ എവിടെയെങ്കിലും ഒളിഞ്ഞു നോക്കുന്നതായിട്ട് ആരെങ്കിലും അല്ല, ഞാൻ ആൾക്കാർ ഒളിഞ്ഞു നോക്കിയതായിട്ട് കാണുന്നതല്ല, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പോസ്റ്റ് അല്ലെങ്കിൽ അവിടെ നിന്ന് എപ്പോഴും പാക്കപ്പ് ചെയ്ത് ഞങ്ങൾ പോവില്ലേ. കാണുന്നവര് അങ്ങനെ നമ്മളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇപ്പം കണ്ടു നിൽക്കുന്നവർ, ഇപ്പോൾ ഒരു മുണ്ടെടുത്ത് ഒരു ബ്ലൗസ് ഇട്ടിട്ട് നിൽക്കുന്ന കണ്ടിട്ട് അതൊരു മോശമായിട്ട് ആൾക്കാരൊന്നും പറഞ്ഞിട്ടില്ല, അതെനിക്ക് എൻ്റെ ചെവി കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയിൽ അത് കൊണ്ടുവന്ന് ഇട്ട് കഴിയുമ്പോൾ അവിടെ വന്നിട്ട് കമൻറ്റുകൾ പറയുന്നതല്ലാതെ എന്നെ ആരും മോശമായിട്ട് പറയണില്ല. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതാണ്, ആരെ വേണേലും ഒരു ഇരുത്തി കളയാൻ പറ്റും. ഇപ്പം നിങ്ങളാണ്, നിങ്ങളുടെ ഫാമിലിയാണ്, ഇപ്പം എൻ്റെ കൂടെ ഒരു വീഡിയോ ചെയ്തു, അല്ലെങ്കിൽ ഉടനെ നിങ്ങളുടെ പെണ്ണുമ്പിളെ വിളിച്ചിട്ട് അവൾ മോശക്കാരിയാണ്, അവളുടെ കൂടെ അവൻ ഇൻ്റർവ്യൂ ചെയ്തു എന്ന് പറയാനാണ് നമ്മുടെ ആൾക്കാർക്ക് ധൃതി എന്ന് പറയുന്നത്. പക്ഷെ അവളുടെ കാഴ്ചപ്പാട് എന്താണ്, അല്ലെങ്കിൽ അവളും അവനും കൂടി എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെ എടുത്തടിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ളത്. അത് നമ്മൾ ശരിയോ തെറ്റോ അറിയാതെയാണ് അവരവിടെ ഉച്ചരിക്കാൻ നിൽക്കുന്നതെന്നുള്ളത്. നമ്മളിപ്പോൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതെന്ന് പറയണം, പക്ഷെ നല്ലത് ചെയ്യുമ്പോൾ ആദ്യം വന്നിട്ട് കമൻ്റ് ഇടും. നാളെ ഒരു ദിവസം ഞാൻ ആർക്കെങ്കിലും ഒരു ഭക്ഷണം കൊടുത്തിട്ട് അത് മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് അയ്യോ അവളത് ചെയ്തത് മോശം എന്നാണ് പറയുന്നത്. കാരണം ഞാൻ എന്തിനായിരിക്കും ആ ഒരു പൊതി മേടിച്ചെന്നുള്ളത് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ആയിരിക്കും. കാരണം എൻ്റെ ചെറിയ അറ്റവും മൂലവും കണ്ടിട്ടായിരിക്കും നമ്മളെ മനുഷ്യർ വിലയിരുത്താൻ നിൽക്കുന്നത്. അത് നല്ലൊരു പ്രവണതയല്ല എന്നേ ഞാൻ പറയാറുള്ളൂ. നമ്മുടേത് എന്തെങ്കിലും കണ്ടിട്ട് നീ എന്നെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഓക്കെ എന്ന് പറയും. കാണാത്തൊരു കാര്യം എന്നെക്കുറിച്ച് ഇല്ല അവിടെ വെച്ച് ഗൗരിയെ കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരേണ്ട കാര്യമില്ല. ചെയ്യാത്തൊരു കാര്യം എനിക്ക് ഒരാളുടെ മുൻപിൽ സമ്മതിച്ചു തരേണ്ട കാര്യമില്ല. അതിപ്പം വീട്ടുകാരായാലും പൊതുവെ പുറത്തുള്ളവരായാലും ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയും. ഇപ്പോൾ ഗൗരീനെ ആൾക്കാർ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ വിലയിരുത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരി ചെയ്യുന്ന കണ്ടന്റിൻ്റെ അടിസ്ഥാനത്തിലാണോ?
കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പൊതുവേ നമ്മുടെ ക്ലീവേജ് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പല വിധമാണ് ആൾക്കാർ സംസാരിക്കുക. ഇപ്പം ഞാനൊരു ബിക്കിനി വന്നു, എൻ്റെ ബിക്കിനിയുടെ ഫോട്ടോസ് ആ പേജ് എടുത്ത് നോക്ക്, അത് മില്യൺ കണക്കിനായിട്ടുണ്ട്. കൊള്ളാം എന്നാണ് പറയണത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, നൈറ്റിൽ വന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് പൊക്കി കഴിഞ്ഞാൽ അത് മോശമാണോ? ഇത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. പക്ഷെ ഇതിലെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന എല്ലാം കമന്റ്സുകളെല്ലാം നെഗറ്റീവ് ആണല്ലോ. നെഗറ്റീവും പക്ഷെ പോസിറ്റീവും വേറെ കേസുണ്ട്, പുറത്തിറങ്ങുമ്പോഴത്തേനും ഭയങ്കര പോസിറ്റീവ് ആയെന്ന് പറയുന്നു. അത് ഞാൻ പറഞ്ഞേ, അതെന്താ അങ്ങനെ വരുന്നത്? കമന്റുകൾ നോക്കിക്കൊണ്ട് ഒരാളെയും വിലയിരുത്താൻ പാടുള്ളതല്ല. കാരണം എന്നെ അറിയുന്ന ആൾക്കാർക്ക് ഞാൻ എന്താണെന്നറിയാം. ഞാൻ ചോദിക്കുന്നത്, ഞാനിപ്പോൾ ഫേസ്ബുക്കിൻ്റെ പേജിൽ വന്നു, അതെൻ്റെ പ്രൊഫഷണൽ, എൻ്റെ ജോലിയുടെ ഭാഗമാണ്. ഞാൻ എവിടെയെങ്കിലും മോശമായിട്ട് എറണാകുളത്തോ അല്ലെങ്കിൽ മറ്റുള്ള നാട്ടുമ്പുറത്തോ ചെല്ലുമ്പോൾ ഞാൻ ബിക്കിനിയിൽ വന്നിട്ടുണ്ടോ? എൻ്റെ ജോലിയുടെ അല്ലെങ്കിൽ എൻ്റെ ഷൂട്ടുപരമായിട്ട് ഇപ്പോൾ ഒരു മുണ്ടെടുത്തു, ഒരു ബ്ലൗസ് ഇട്ടു എന്ന് പറയുമ്പോൾ അതൊരിക്കലും മോശമായിട്ട് തോന്നുന്നില്ല. കാരണം ഞാൻ പൊതുസ്ഥലങ്ങളിൽ മാന്യമായ ഡ്രസ്സുകൾ ധരിച്ച്, എൻ്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സുകൾ ധരിച്ചാണ് ഞാൻ പൊതുവേ വന്നിട്ടുള്ളതെന്ന് പറയുന്നത്. അല്ലാതെ ഒരിടത്തും ഞാൻ മോശമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും പബ്ലിക്കിൽ പോയിട്ടില്ല. കാരണം ഞാൻ ചുരിദാർ അല്ലെങ്കിൽ സാരി, പാവാട, ബ്ലൗസ് ഇങ്ങനെയുള്ള നല്ല കോസ്റ്റ്യൂമുകളിലായിരിക്കും ഞാൻ പോയിട്ടുള്ളത്. പോകുന്നവരെ ഞാൻ മോശമായിട്ട് പറയുന്നില്ല, എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടുണ്ട്. കാരണം ഞാനത് ഇപ്പോൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ, ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ പേജിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ജോലിയുടെ ഭാഗമാണ്. എൻ്റെ ജോലിയുടെ ഭാഗം എന്ന് പറയുന്നത് ഞാൻ കഴിക്കുന്നത് അന്നമല്ലേ. ഞാൻ ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ആരെല്ലാം തരുമോ? ഇപ്പോൾ എനിക്കൊരു ബോട്ടിക്ക് തന്നു, ആ ഇന്നേഴ്സ് ഞാൻ ഇട്ടിട്ട് അവർക്ക് പ്രൊഫൈൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് പേയ്മെൻറ്റ് കിട്ടുക. അപ്പോൾ അതിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ മറ്റൊരാൾ അത് മോഷ്ടിച്ചുകൊണ്ട് മറ്റൊരു പേജിൽ ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അടുത്ത കാലത്താണ് എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. അതിന് മുമ്പെന്ന് പറയുന്നത് ക്ലീവേജോ അല്ലെങ്കിൽ എന്താ പറയുക, നേവലോ കുറച്ച് കാണിച്ച് അറ്റവും മൂലം ഇങ്ങനെയാണ് ഞാൻ സോഷ്യൽ മീഡിയ റീൽ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഓരോ സ്ഥലത്തും മോശമായിട്ട് ഞാൻ വന്നിട്ടില്ല. ഇപ്പോൾ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഗൗരിയുടെ ഫോട്ടോ കണ്ടിട്ട് ചിലർ വിളിക്കും, ഗൗരി നമുക്കൊരു ഫോട്ടോ ചെയ്യാം അല്ലെങ്കിൽ ഒരു ഷൂട്ട് ചെയ്യാമെന്ന് പറയും. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഗൗരിയുടെ ശരീരം കണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം വന്നിട്ടുണ്ടോ? ഗൗരിയുടെ ശരീരം കണ്ടോ അല്ലെങ്കിൽ ഗൗരിയോട് മോശമായിട്ടുള്ളൊരു പ്രവണതയായിട്ടോ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ മേഖലയിൽ ഇന്നോ ഇന്നലെയോ വന്ന ഒരാളല്ല. ഇപ്പോൾ 7, 8, 9, 10 വർഷങ്ങളാകുന്നു. ചെറിയ ചെറിയ ഇതിലായാലും ഇപ്പോഴാണെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വന്ന കാലഘട്ടം മുതൽ എന്നോടൊരാളും മോശമായിട്ട് പറഞ്ഞിട്ടുമില്ല, അതിനൊരു വഴിയൊരുക്കി ഞാൻ കൊടുത്തിട്ടുമില്ല. കാരണം മോശമായിട്ട് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്കത് പറയാൻ പറ്റും. എന്നോട് നീ ഇന്നത് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എനിക്ക് പറയും ഇന്ന വ്യക്തി എന്നോട് മോശമായിട്ട് വന്നു പറഞ്ഞു എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ മിണ്ടാപ്പൂച്ചയല്ല. കാരണം നമ്മൾക്ക് ആരുടെയും അടിമയല്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കണേ. ഇപ്പം നിങ്ങൾ പറയുന്നതും കേട്ടിട്ട് എനിക്ക് ചോദ്യങ്ങൾക്ക് മറുപടി തരാനുള്ള ഇരിക്കുന്ന ആളല്ല. നമുക്ക് നമ്മുടേതായ ഒരു ശൈലി ഉണ്ടല്ലോ, നമുക്ക് നമ്മുടേതായ ആൻസർ ഉണ്ടല്ലോ. അത് നമ്മൾ പറയുന്നതിന് എനിക്ക് ആരുടെയും മുഖം നോക്കണ്ട. ഇപ്പം ഫോട്ടോഗ്രാഫേഴ്സ് ആയാലും പ്രൊഡ്യൂസർ ആയാലും ഡയറക്ടർ ആയാലും ആരെന്നോട് ഇച്ചു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് അവരോട് മറുപടി പറയാനായിട്ട് എനിക്കറിയാം. കാരണം നമ്മളാരും മിണ്ടാപ്പൂച്ചകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരല്ല. ഈ കാലഘട്ടം എന്താണെന്ന് നമുക്കറിയാം. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചതികളെ കുറിച്ചിട്ടും അറിയാം. അപ്പോൾ അതിനുള്ള മറുപടി കൊടുക്കാൻ എനിക്കറിയാം. അറിയാൻ പറ്റും. എന്തെങ്കിലും ചതികൾ പറ്റിയിട്ടുണ്ടോ? കാരണം സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നു. സോഷ്യൽ മീഡിയകൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേരിൽ ഒരുപാട് പേര് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പൈസ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് എൻ്റെ അറിവിൽ വന്നിട്ടില്ല. പക്ഷേ അക്കൗണ്ടുകൾ ഒരുപാടാണ്. കാരണം എനിക്ക് പോലും ഇല്ലാത്ത ഫോളോവറാണ് മറ്റേ ഫേസ്ബുക്കിന്റെ പേജിലും റീലിലും ഒക്കെ കിടക്കുന്നതെന്ന് പറയണത്. കാരണം ഞാൻ അത്രയും പോലും കണ്ടിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കുമ്പോൾ ഒരാൾ എൻ്റെ വീഡിയോ കൊണ്ടുവന്നിട്ടിട്ട് മില്യൺ കണക്കിനാണ്. നമ്മുടെ വീഡിയോകൾക്ക് അവരുടെ പേജിൽ കിടക്കുന്ന മില്യൺ കണക്കിനാണ്. നമ്മുടെ പേജിൽ അത്രയും റീച്ച് ഇല്ല. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഞാനാണ് ആ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇരിക്കുന്ന ആൾക്കാർ. പക്ഷെ എൻ്റെ അക്കൗണ്ട് അല്ല. അത് ചിലർ കണ്ടിട്ട് എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ എനിക്ക് തരാറുണ്ട്, ഗൗരി ഇത് നീ ആണോ എന്ന് ചോദിച്ചിട്ട് തരാറുണ്ട്. ശരിക്കും ഗൗരിയുടെ അക്കൗണ്ട് ഏതാണ്? കാരണം ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇൻസ്റ്റയിൽ കുറേ അക്കൗണ്ട് എനിക്ക് ഫേസ്ബുക്കിലും കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഗൗരി സിജി മാത്യൂസ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരെണ്ണത്തിലും ഞാൻ പേയ്മെന്റ് കൊടുത്ത് വെരിഫൈഡ് ചെയ്തിട്ടില്ല. എൻ്റെ അക്കൗണ്ട് അതേപടി തന്നെയാണ്. ഒരു 114Kയും 117Kയോ 16Kയുടെ അക്കൗണ്ടാണ് ഫേസ്ബുക്കിൻ്റെത്. കഴിഞ്ഞ ദിവസം എനിക്കൊരു 300Kയുടെ ഉണ്ടായിരുന്നു. കാരണം എന്തോ ഇത് വെച്ചിട്ട് അതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് വന്ന് 3 മാസത്തേക്ക് അതൊരു ബാൻ കിട്ടിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അതിൻ്റെ അകത്ത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എന്ന് പറയുന്നതും ഫേസ്ബുക്കിൻ്റെതും രണ്ടും രണ്ടാണല്ലോ. അപ്പോൾ അത് ഇൻസ്റ്റഗ്രാമിൻ്റെത് ആ അക്കൗണ്ട് പോയി കഴിഞ്ഞപ്പോൾ അടുത്തത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇപ്പം 81 സംതിങ് വ്യൂസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഗൗരി ഇടയ്ക്ക് പറയാറുണ്ട് എൻ്റെ പിങ്ക് കണ്ടു ബ്ലൂ കണ്ടു എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ. അതെന്താണ് അങ്ങനെ ഒരു
ഉദ്ദേശം പറഞ്ഞത്? പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലിട്ടേക്കുന്ന ബ്രാ കണ്ടു, അല്ലെങ്കിൽ ഗൗരിയുടെ പാൻറ്റീസ് കണ്ടു. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പൊതുവെ ബിക്കിനി ഇപ്പൊ നമ്മളൊന്ന് മുണ്ട് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ അറ്റവും മൂലമായിരിക്കും മനുഷ്യർ കണ്ടിട്ട് സംസാരിക്കുക എന്ന് പറയണത്. അതിൻ്റെ അകത്ത് ചിലപ്പോൾ അതിന്റെ കളർ കണ്ടിട്ട് ഇപ്പൊ നമ്മൾ ഈ സൈഡൊന്നും മുണ്ടൊന്ന് ഉരിഞ്ഞു കൊടുത്തു, അപ്പൊ ചിലപ്പം ഒരു കളേഴ്സ് കാണാം. ബ്രായുടെ വള്ളി കണ്ടു, അത് പിങ്ക് ബ്ലൂ അത് കാണിച്ചു എന്നുള്ളതിൽ വെച്ചിട്ട് കണ്ടു അറ്റവും മൂലം വെച്ചിട്ട്. അപ്പൊ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പൊതുവെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്നത് പിങ്കും ബ്ലൂവും റെഡും എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ധാരാളം. എല്ലാ കളറും ഉപയോഗിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ. ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഷൂട്ട് ചെയ്യുന്നു, കാശ് മേടിക്കുന്നു, കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇത് എടുത്തിട്ട് വീണ്ടും തിരിച്ചു കൊടുക്കാറുണ്ട്. ഷൂട്ട് കഴിയുമ്പോൾ നമുക്ക് അവർ തരുന്നതാണ്. നമുക്ക് അതിന്റെ ചാർജസ് കുറച്ചിട്ട് അവർ അവരുടേതായ പ്രൊഡക്റ്റ് നമുക്ക് തന്നു, വർക്ക് ചെയ്യുന്നു, വർക്ക് ചെയ്ത് നമുക്ക് പേയ്മെന്റ് തരുന്നു. നമ്മൾ ജോലി നോക്കിയാൽ മതിയല്ലോ. ഇപ്പൊ ഗൗരിക്ക് എങ്ങനെയാണ് ഇതിന്റെ വരുമാനമൊക്കെ? എങ്ങനെയാണ് വരുമാനം? എനിക്ക് വരുമാനം ഇഷ്ടംപോലാണ്. ആൾക്കാർ പറയുന്ന ഗൗരിക്ക് ഭയങ്കര വരുമാനം എന്നാണ്. എനിക്ക് എൻ്റെതായ ജോലി ചെയ്യുന്നു, വർക്ക് കിട്ടുന്നു. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പല രീതിയിലും പണം ഉണ്ടാക്കാം. ഞാൻ ഇന്നുവരെയും മോശമായ രീതിയിൽ പണം ഉണ്ടാക്കിയിട്ടില്ല, അതിനോട് താല്പര്യവും ഇല്ല. ഞാൻ ചെയ്യുന്ന വർക്കുകൾക്ക് എനിക്ക് പേയ്മെന്റ് കിട്ടുന്നുണ്ട്. പിന്നെ സോഫ്റ്റ്വെയറുകൾ ഒരുപാട് ഇട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സോഫ്റ്റ്വെയറിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിൻ്റെ അകത്ത് ഇൻസ്റ്റയിലാണെങ്കിൽ ഒക്കെ നമ്മുടെ സ്റ്റാറ്റസിൽ കൊണ്ടുവന്നിട്ട് എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 300 രൂപ 250 രൂപ മുടക്കി കണ്ടോളൂ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഏത് രീതിയിലുള്ള കണ്ടന്റുകളാണ് ഇടുന്നത്? ഞാൻ ചെയ്യുന്ന വർക്കുകൾ. എന്ത് വർക്കുകൾ? ഞാൻ ന്യൂഡ് ആർട്ട് ഞാൻ പറഞ്ഞില്ലേ, സെമി ന്യൂഡ്, ഫുൾ ന്യൂഡ്, അത് ചെയ്യുന്ന വർക്കുകളുടെ ആസ്പദമായിട്ടുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നു. അത് വീഡിയോ ആണോ ഫോട്ടോസ് ആയിട്ടാണ് ഇടുന്നത്? അല്ലാണ്ട് ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നത്. നമ്മളല്ലാതെ മോശം അല്ല, നമ്മൾ ചെയ്യുന്ന വർക്കുകൾ നമ്മളുടേതായ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പോസ്റ്റ് ചെയ്യും. ഇപ്പൊ അതിൻ്റെ അകത്ത് പറയുന്ന ഹോട്ട് എക്സ്ക്ലൂസീവ് ആണ് വരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് അങ്ങനെ? ഒരു 500, 3000, 4000, 10000 ഒക്കെ കൊടുത്തൊരു സബ്സ്ക്രിപ്ഷൻ എടുത്ത് കാണാം, എന്നിട്ട് പറഞ്ഞാൽ പോരെ. അല്ല, അത് എന്താണെന്ന്. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഗൗരിയുടേത് ഫുൾ ന്യൂഡ് കാണണമെന്നുണ്ടെങ്കിൽ ഫുൾ ന്യൂഡ് കാണാം, സെമി ന്യൂഡ് കാണണമെന്നുണ്ടവർക്ക് സെമി ന്യൂഡ് കാണാം. ആ ഒരു ഓപ്ഷൻ. അതെങ്ങനെ ഓരോ ഓപ്ഷൻ ആയിട്ടാണ് ഇട്ടേക്കുന്നത്? സെമി ന്യൂഡ്, നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് തുച്ഛമായ ഒരു ഉപയോഗമുള്ളൂ. നമ്മൾ വലിയ എന്താ പറയുക 50,000, 1 ലക്ഷം, 2 ലക്ഷം എന്നുള്ള ഒരു എമൗണ്ട് ഒന്നും ഇട്ടിട്ടില്ല. നമ്മളുടെ കണ്ടന്റ്, നമ്മൾ ചെയ്യുന്ന വർക്കുകളുടെ പിക്ചേഴ്സ്, ന്യൂഡ് ഫോട്ടോഗ്രാഫി, അത് ബോഡി ആർട്ട് രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബോഡി ആർട്ട് അല്ലാതെ നമ്മൾ സെൽഫല്ല. വർക്ക് ചെയ്യുന്നതിന്റെ പേയ്മെന്റിന് നമ്മൾ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യണം. കാരണം അവരും കൊണ്ടുപോകുന്നുണ്ട്, നമുക്കും ആവശ്യമാണല്ലോ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടാണ് ഇട്ടേക്കുന്നത്? അതെങ്ങനെ പേയ്മെന്റ് ബേസ് ആണോ അത് തരം തിരിച്ചു കൊടുക്കുന്നത്? നിങ്ങളൊരു ന്യൂഡ് എൻ്റെ കൂടെ ചെയ്തിട്ട് നിങ്ങളത് ഫ്രീ ആയിട്ട് ഇട്ട് കാണിക്കും ആൾക്കാരെ? ഒരിക്കലും ചെയ്യില്ല. അപ്പം ഞാൻ എൻ്റെ വർക്ക് ചെയ്തിട്ട് വർക്കിന് നമുക്ക് എന്തായാലും പേയ്മെന്റ് വേണമല്ലോ. നമ്മൾ ആ പേയ്മെന്റ് അതിൻ്റെ അകത്തിട്ട് നമ്മൾ മേടിക്കണം. അതിനിപ്പോൾ എന്നാ കുഴപ്പം? അതെങ്ങനെയാണ്? ഈ രജിസ്ട്രേഷൻ സമയത്തുള്ള പേയ്മെന്റ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പേയ്മെന്റുകൾ വരുന്നുണ്ടോ? നിങ്ങൾക്ക് നമ്മൾ ഓരോ സമയത്ത് ഓരോ അപ്ഡേറ്റുകൾ വരുമ്പോൾ കണ്ടന്റ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പേയ്മെന്റ് കാണിക്കും. ആ പേയ്മെന്റിന് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട്. എക്സ്ക്ലൂസീവ് തന്നെയാണ് അവിടെയും വരുന്നത്, അല്ലാതെ എക്സ് മാത്രമായിട്ടല്ലല്ലോ വരുന്നത്. എക്സ്ക്ലൂസീവ് എന്നും പറഞ്ഞിട്ടല്ലേ. അപ്പൊ അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 389 രൂപ, 400 രൂപ, 237 രൂപ, പല എമൗണ്ടുകളാണ് ആ സബ്സ്ക്രിപ്ഷൻസിനുള്ളതെന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ മുടക്കിയിട്ടായിരിക്കുമല്ലോ ഗൗരിയുടെ പേജിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്. അത് നമുക്ക് അതിൻ്റെ മെറ്റ ആ ടീം തരുന്നതാണ്. ഇൻസ്റ്റഗ്രാമിനാണെങ്കിലും ഫേസ്ബുക്കിനാണെങ്കിലും അവരുടെ ഒരു അപ്ഡേഷൻസ് ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം ഒട്ടുമിക്ക ആൾക്കാർക്കും സോഫ്റ്റ്വെയറുകളുണ്ട്, സബ്സ്ക്രിപ്ഷൻസും ഉണ്ട്, അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വലിയ സെലിബ്രിറ്റീസുകളും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനായിട്ട് എന്തിനാണ് കുറയ്ക്കണത്? പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഇപ്പോൾ 3 എമൗണ്ടിൻ്റെ കാര്യം പറഞ്ഞില്ല, ഈ 3 എമൗണ്ട് വരുമ്പോൾ അത് എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് വ്യത്യാസങ്ങൾ വരുന്നത്? 3 എമൗണ്ടുകൾ മീൻസ് മനസ്സിലായില്ല. 397 സംതിങ്, പിന്നെ അത് കഴിഞ്ഞിട്ട് 200, ബിക്കിനി, സെമി ന്യൂഡ്, ഫുൾ ന്യൂഡ്, അങ്ങനെയാണ് തരം തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏതിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സബ് ചെയ്യുന്നത്? ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാധകരോട് ചോദിക്കണം, അതിൻ്റെ അത് സബ്സ്ക്രിപ്ഷൻ എടുത്തവരോട് ചോദിക്കണം. അതിപ്പോ അവരോട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല, ഗൗരി അല്ലേ അത്. ആൾക്കാർക്ക് സംതിങ് സംതിങ് സംതിങ്, എന്ത് സംതിങ് എക്സ്ക്ലൂസീവ്, എന്ത് എക്സ്ക്ലൂസീവ് കാണാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരില്ലേ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ന്യൂഡ് കാണാൻ പറ്റുമോ? അപ്പൊ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് അവരതിൽ പോയിട്ട് കാണാമല്ലോ. അതിൻ്റെ അകത്താണ് കൂടുതലും കാണുന്നത്. സംഭവിക്കും. സ്വാഭാവികം. നാളെ ഇത് ട്രോളായിട്ട് വരും.
സ്വാഭാവികം, സോഷ്യൽ മീഡിയ അല്ലേ. ഓക്കെ. ഇപ്പോൾ ഗൗരി ഫാമിലിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പൊ ഗൗരി കല്യാണം കഴിഞ്ഞ അത് ഇപ്പൊ ഇവിടെ പോസ്റ്റ് ചെയ്യണോ? എല്ലാവരും എല്ലാം അറിയട്ടെ. എല്ലാവരും എല്ലാം അറിയണ്ട. ഗൗരി കല്യാണം കഴിച്ചിട്ടുമില്ല, ഗൗരിക്ക് അങ്ങനെ ഒരാളും ഇല്ല. ഇല്ല, ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. ചുമ്മാ അറിഞ്ഞാണ്, അതൊക്കെ പുറകാലം അറിയിപ്പിക്കാൻ ഞാൻ. കല്യാണം കഴിച്ചിട്ടില്ല ഇതുവരെയായിട്ടും? പുറകാലം അറിയിക്കാം. ഫാമിലി ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, മകനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, സിസ്റ്ററുണ്ട്, കുടുംബം എല്ലാവരും ഉണ്ട്. ആരുമില്ലാത്തൊരു അനാഥയൊന്നുമല്ല. അവർക്കും അവരുടേതായ കാഴ്ച. അനാഥ എന്ന് പറയുമ്പോൾ അത് മോശമായിട്ടല്ല. പക്ഷെ ഞാൻ അച്ഛൻ, അമ്മ, ഫാമിലി, ഹസ്ബൻഡ്, ഒരു കുട്ടി, സന്തുഷ്ട കുടുംബം. സന്തുഷ്ട കുടുംബം. ഹസ്ബൻഡ് ഈ ഫോട്ടോഷൂട്ടിനൊക്കെ സപ്പോർട്ടാണ്. പക്ഷെ നമുക്ക് പേര് വെളിപ്പെടുത്താനും പറ്റത്തില്ല, ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പറ്റില്ല. ഓക്കെ. താൽക്കാലികമായിട്ട് പറ്റില്ല, അത് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ്. മോൻ കൂടെ ഉണ്ടോ? എല്ലാരും കൂടെ ഉണ്ട്. നിങ്ങളിപ്പോ വന്നപ്പോ ഇവിടെ അച്ഛൻ, അമ്മ എല്ലാവരെയും കണ്ടില്ലേ? അപ്പൊ എല്ലാരും ഉണ്ട്. ആരും ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ താമസിക്കുന്നത്, ഇവരെല്ലാരും ഉണ്ട്. ഇപ്പൊ കുറച്ച് കമന്റ്സ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഉള്ളൊരു റിയാക്ഷൻ ഒന്ന് കൊടുക്കണേ. നേഴ്സിന്റെ ജോലി ചെയ്ത് ജീവിച്ചവളാണ്, ഇപ്പോൾ ശരീരം പ്രദർശിപ്പിച്ച് പൈസ ഉണ്ടാക്കി ജീവിക്കുന്നു. നിന്നേക്കാളും അന്തസ്സുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന വേശ്യകൾക്ക് പോലും. പണ്ടത്തെ ഷക്കീലയും രേഷ്മയൊക്കെ ഇവരെക്കാളും എന്തു ഭേദം. കാരണം ഇവർ ഇങ്ങനെ ചാനലിൽ വന്ന് ആദർശം പറയില്ല. ഇവളെപ്പോലുള്ളവരാണ് മലയാള സ്ത്രീകൾക്ക് അപമാനം. അതിനകത്ത് എന്ത് തോന്നുന്നു? എന്താണ് അങ്ങനെ ഒരു കമന്റ്? അത് എന്തിനാണ് വന്നേക്കുന്നതും കൂടി പറയൂ. ഒരു ഇന്റർവ്യൂവിന്റെ അടിയിൽ വന്നേക്കുന്ന കമന്റ് ആണ്. ഇന്റർവ്യൂസിന്റെ അടിയിൽ വന്നതാണ്. നമ്മൾ ഒരു മീഡിയയ്ക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തു. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ റീല് കണ്ടിട്ടായിരിക്കാം ഒരാൾ നമ്മളെ വിളിച്ച് ഇന്റർവ്യൂസ് തരുന്നതെന്ന് പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്ന, അതിൻ്റെ അകത്ത് ഞാൻ മോശമായിട്ടോ അല്ലെങ്കിൽ ചട്ടമുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ബിക്കിനിയിലോ അല്ല വന്നിരിക്കുന്നത്. ഒരു ബ്ലൗസും നോർമൽ സാരിയും, അതിൻ്റെ അകത്ത് ഒരു സാധനവും ഞാൻ കാണിക്കണില്ല. അതിൻ്റെ അകത്ത് വന്ന് പറഞ്ഞ ആ ചേട്ടന്, ഞാനിപ്പം ബസ് സ്റ്റാൻഡിൽ പോയി നിന്ന് കഴിഞ്ഞാലും എനിക്ക് എൻ്റെതായ മാന്യതയുണ്ട്. ബസ് സ്റ്റാൻഡിൽ ഞാൻ ശരീരം വിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന പൊതുവെ ഇപ്പോൾ ഏതൊരു സ്ത്രീകളെയും മോശമായിട്ട് പറയാൻ ആർക്കും നമ്മൾ ലൈസൻസ് കൊടുത്തിട്ടില്ല. ഇപ്പം ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നവർക്ക് അവരുടെ വിശപ്പ് മാറ്റാനായിരിക്കാം അവർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പം എന്നെ ആ പറഞ്ഞതിൽ എനിക്കത് ലോജിക്കായിട്ട് തോന്നുന്നില്ല. ആ ചേട്ടന് വിളിച്ചിട്ട് കിട്ടാത്തതോ അല്ലെങ്കിൽ ഞാൻ എന്നാ പറയുക, ചേട്ടന് ഫോൺ നമ്പർ കൊടുക്കാത്തതിൻ്റെ എന്തെങ്കിലും ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ കാരണമായിരിക്കാം ചേട്ടൻ ആ കമന്റ് അവിടെ ഇട്ടിരിക്കുന്നത്. കാരണം എൻ്റെ അറിവിൽ ഞാനിപ്പം ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കേണ്ട കാര്യം എനിക്ക് വന്നിട്ടില്ല. ബസ് സ്റ്റാൻഡിൽ ആ ചേട്ടൻ ആ പറഞ്ഞിരിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെ ആയിരിക്കാം. പക്ഷെ അവർക്കും അവരുടേതായ മാന്യതയുണ്ട്. അവർക്ക് മോശം അവരുടെ എന്താ പറയുക, പണമുള്ളവരാണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുമോ? ഒരിക്കലും ഇല്ല. അവർക്ക് അവരുടെ കുടുംബത്തെ പോറ്റാനോ അല്ലെങ്കിൽ അവരുടെ മക്കളെ വളർത്താനോ ആയിരിക്കാം ആ പറയുന്ന രീതിയിൽ അവർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നതെന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ അകത്തൊരു മോശമായിട്ടും ആ ഇൻ്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം പൊതുവെ പറയുന്നവർ അവരുടേതായ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ആ ചേട്ടൻ എന്താ പറയുക കിട്ടാത്തത് കൊണ്ടായിരിക്കും ആ ചേട്ടൻ ആ ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ കാണത്തുള്ളൂ. ഞാൻ അതിൻ്റെ അകത്ത് കമൻറ്റ് വായിക്കാനായിട്ട് ഞാൻ പോയിട്ടില്ല. ഇപ്പം എല്ലാ ജോലിയും ചെയ്യുന്നവർക്ക് അതിൻ്റെതായ അഭിമാനവും എല്ലാം ഉള്ളവരാണ്. സ്ത്രീകളെ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തിട്ടാണ് അവരെ പറയുന്നതെങ്കിൽ എനിക്കതിൻ്റെ അകത്ത് മറുപടി പറയേണ്ട കാര്യമില്ല. പക്ഷേ പൊതുവെ സ്ത്രീകളെ ആർക്കും അപമാനിക്കേണ്ട കാര്യമില്ല. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഫോട്ടോസ് സാധനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് കുട്ടികൾ വഴിവഴച്ചു പോവുകയാണ് എന്നുള്ളൊരു അഭിപ്രായം ഒരു ചേട്ടൻ പറയുന്നുണ്ട്. അമ്മാതിരി ഫോട്ടോസാണ് നിങ്ങൾ ഇടുന്നതെന്നാണ് മെയിനായിട്ടും പറയുക. പിന്നെ നിങ്ങൾ എന്ത് സംഭാവനയാണ് ഇതുമാതിരി ഫോട്ടോ ഇടുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസം 14 വയസ്സുള്ള ഒരു മകൻ ഒരു 30 വയസ്സുള്ള ഒരാളെ കുത്തിക്കൊന്നു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ എന്ത് കാരണത്താലാണ്? ഇപ്പം ഞങ്ങളുടെ ക്ലീവേജ് കണ്ടോ അല്ലെ വയറ് കണ്ടിട്ടോ ആണോ ആ കുട്ടി ഒരാളെ കുത്തി പരിക്കേൽപ്പിച്ചത്? ഒരാൾ മരിക്കുകയാണ് ചെയ്തത്. അത് എന്തോ ചോദിക്കാൻ ചെന്നു എന്നാണ് മീഡിയാസ് പറയുന്നത്. കാരണം ലഹരി എന്ന് പറയുന്ന വസ്തുക്കൾക്ക് അടിമപ്പെട്ടിട്ടാണ് ഈ കുട്ടികൾ വഴിവെച്ചു പോകുന്നത്. അല്ലാതെ ഒരു സ്ത്രീയുടെ ക്ലീവേജ് കണ്ടിട്ടോ വയറ് കണ്ടിട്ടോ അല്ല, ഒരിക്കലും അല്ല. അത് മോശം പ്രവണതയാണ്. ആ ചേട്ടൻ പറഞ്ഞ ചേട്ടൻ അറിവില്ലായ്മയാണ്. ചേട്ടൻ അങ്ങനെയായിരിക്കാം ചേട്ടൻ്റെ വീട്ടിലുള്ള കുട്ടികളെ വളർത്തുന്നത് എന്ന് പറയും. കാരണം ഞാൻ പൊതുവെ കുട്ടികളെ പറയല്ല, കുട്ടികൾ ഒരു അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ കുട്ടികളെ ബോധവൽക്കരണം നടത്താറുണ്ട്. ഓരോ കാര്യങ്ങൾക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. സ്കൂളിൽ പറഞ്ഞു കൊടുക്കുമോ എന്നുള്ളത് എനിക്കിപ്പോൾ അറിയില്ല. എന്നാലും പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കേട്ടുകേൾവി.
പക്ഷേ നമ്മൾ അതിൻ്റെ അകത്ത് മോശമായിട്ട് വൾഗാരിറ്റി ഒരുപാടൊന്നും നമ്മൾ ഫേസ്ബുക്കിൻ്റെ അകത്തോ അല്ലെ മക്കളെ കാണുമെന്നും പറഞ്ഞിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടല്ലല്ലോ, അവർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മോശമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഒരു വയറ് കാണിക്കുന്നു അല്ലെങ്കിൽ ക്ലീവേജ് കാണിക്കുന്നു എന്നും പറഞ്ഞ് അതൊരു മോശം കാര്യവുമല്ല. ആ ചേട്ടൻ്റെ അറിവില്ലായ്മയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആ ചേട്ടൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ സംസ്കാരമോ അതായിരിക്കും ആ കമൻറ്റിൽ പൊതുവെ കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അടുത്തവരും പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ തള്ളച്ചിയെ കുറ്റം പറയില്ല, കേരളത്തിലെ ചെറുപ്പക്കാരുടെ ലൈംഗിക ദാരിദ്ര്യം വിറ്റ് കാശുണ്ടായിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പം പല ആൾക്കാരും മാറിടങ്ങൾ കാണിച്ച് തുള്ളിച്ചാടിക്കൊണ്ട് കാശുണ്ടാക്കുന്നു. ഗൗരി എന്ന് പറയുന്ന ആൾ ഇതൊന്നും ഉണ്ടാക്കുന്നില്ല. ഗൗരിയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കോടികളൊന്നും ഗൗരിയുടെ മേശയ്ക്കകത്തോ അല്ലെങ്കിൽ പെട്ടിക്കകത്തോ പൂട്ടി വെച്ച് ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ല. ഗൗരി ഗൗരിയുടേതായ രീതിയിലാണ് ജീവിക്കണേ. അല്ലാതെ മോശമായിട്ടെന്ന് പറയാൻ ആ ചേട്ടന് ഒരു ഇതും ഇല്ല. ഇവൾ നടിയോ? ഞാനിതുവരെ ഒരു സിനിമയിലും കണ്ടിട്ടില്ല. പിന്നെ ഇവളെ വിറ്റ് ജീവിക്കുന്ന ഭർത്താവിന് സമ്മതിക്കണം. ചേട്ടനൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മതി എത്ര സിനിമയിലുണ്ട് എന്നുള്ളത്. കണ്ണു തുറന്നു നോക്കണം, അതിൻ്റെ അകത്ത് സെർച്ച് ചെയ്യണം. ഇന്ന ആളുടെ പേര് സെർച്ച് ചെയ്യുമ്പോൾ ആ സെർച്ച് ഓപ്ഷനിൽ വരുന്നുണ്ട്. ആ ചേട്ടന് ചിലപ്പം കാഴ്ചക്കുറവ് ഉള്ളതായിരിക്കാം. അത് കുറച്ച് ഉറുമ്പിനെ തിന്നാലും മതി സ്വാഭാവികമായിട്ടും. ഉറുമ്പിനെ തിന്ന എങ്ങനെയാ കാഴ്ച കൂടും, അപ്പം കാണാൻ പറ്റും. അങ്ങനെ ഇത് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു കമന്റ് ഇടാൻ കാരണം? ചേട്ടന് കാണുന്നതെല്ലാം മഞ്ഞയായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കാണണത്. അതുകൊണ്ടാണ് ആ ചേട്ടൻ ഈ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ ക്ലീവേജ് അല്ലെങ്കിൽ അവരുടെ വയറ് ഇങ്ങനെ ആ ചേട്ടൻ ഇപ്പം പറഞ്ഞൊരാൾ, മറ്റെല്ലാവരെയും അല്ല ഞാൻ പൊതുവെ പറയുന്നത്, ഇപ്പം നമ്മളെ ആ കമൻറ്റിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും കിട്ടാത്ത മുന്തിരിങ്ങ പൊളിക്കുന്നു എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും കിട്ടാത്തത് കൊണ്ടായിരിക്കും ആ ഒരു കമൻസ് അവിടെ വന്നിരിക്കുന്നത്. പെണ്ണുമ്പിള്ളയുടെ മാറടവും മറ്റു സ്വകാര്യ ഭാഗങ്ങളും കാണിച്ച് വൈറലാകുന്നു അമ്മച്ചിയുടെ ഇറച്ചി കച്ചവടം. എല്ലാവരും അങ്ങനെയല്ലേ? പൊതുവെ എല്ലാവരും മാറിടങ്ങളും വയറും കുണ്ടിയൊക്കെ കാണിച്ച് എല്ലാവരും ജീവിക്കണം. അപ്പം ഞാൻ എൻ്റെതായ രീതിയിൽ ഞാനും നോക്കട്ടെ. സ്വാഭാവികം, അതും സ്വാഭാവികമെന്നേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം ക്ലീവേജ് കണ്ടിട്ട് നമ്മൾ ലക്ഷങ്ങളല്ല, നമ്മുടെ കുണ്ടി കാണിച്ചിട്ട് നമ്മൾ ആരും ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നില്ല. കാണാനും ആൾക്കാരുണ്ടല്ലോ, ആരും കണ്ണുകൂട്ടലല്ല. ഞാൻ മോശമായിട്ടൊന്നും അതിൽ ചെയ്യണില്ല. മോശമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്നെ കുറ്റപ്പെടുത്താം, അത് ഞാൻ അംഗീകരിച്ചും കൊടുക്കാം. ഞാൻ മോശമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, മോശമായിട്ടില്ലാത്ത ഒരു കാര്യത്തിനും ആരുടെ മുൻപിലും തല കുനിച്ചു കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം നല്ലതേ ഞാൻ ചെയ്തിട്ടുള്ളൂ, മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഒരിടത്തും ഞാൻ തുണി ഇല്ലാതെ വന്നിട്ടില്ല. കണ്ടിട്ടുണ്ടെന്ന് പറയുമെങ്കിലും ക്ലീവേജ് ഒരു ശകലം, നേവല്, കാല്, അതല്ലാതെ ഞാൻ എന്താണ് കാണിച്ചിട്ടുള്ളത് ഈ പറയുന്ന ചേട്ടന്മാർക്ക് അത് പ്രൂവ് ചെയ്യാം. കാരണം ഞാൻ എവിടെയെങ്കിലും പോയി നിന്നിട്ട് ചേട്ടൻ എനിക്കൊരു 50,000 രൂപ താഴെ അല്ലെങ്കിൽ ചേട്ടൻ്റെ കൂടെ ഞാൻ വരാം എന്നൊരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ചേട്ടൻ്റെ രീതിക്ക് എന്നെ കിട്ടാത്തത് കൊണ്ട് ചേട്ടൻ പറയുന്നതായിരിക്കും. ഈ ചേട്ടന്മാരാണോ കൂടുതലും ഇതുപോലെയുള്ള നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത്? നിങ്ങൾ ആ പോസ്റ്റുകളിൽ നോക്കി ഏതെങ്കിലും ചേച്ചിമാർ പറയുന്നുണ്ടോ എന്നുള്ളത്? എന്നെ ആരും പൊതുവെ ഞാൻ ആർക്കും മോശമായിട്ടൊരു ഇതിന് വേണ്ടിയിട്ട് നിന്ന് കൊടുക്കാറില്ല. ഞാൻ പറഞ്ഞല്ലോ, പൊതുവെ ഒരാൾക്കും ശത്രു കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്നെ തെറി വിളിക്കാനായിട്ടോ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യുന്നില്ല. കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ആ ബ്ലോക്ക് ചെയ്ത് പോകുക. എന്നെ തെറി വിളിക്കേണ്ട കാര്യം ഞാൻ ചേട്ടൻ എന്നെ തെറി വിളിച്ചോ എന്നും പറഞ്ഞ് ഞാൻ നിന്ന് കൊടുക്കണമില്ല. ഇപ്പോൾ ഒരു ശകലം ക്ലീവേജ് കണ്ടു എന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ വയറ് കണ്ടുട്ടോ എന്ന് എന്നെ ചീത്ത വിളിക്കുന്നെങ്കിൽ വിളിച്ചോട്ടെ, സ്വാഭാവികമല്ലേ അതും. അത് ഈ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് ഞാൻ സ്വാഭാവികം പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാവരെയും നമ്മൾ ഒരേ ഗുണത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ ഒന്നും മാറ്റാൻ പറ്റില്ല, ശൈലികളെ മാറ്റാൻ പറ്റില്ല. എനിക്ക് എൻ്റെതായ ഒരു ശൈലിയുണ്ട്, ആ ശൈലിയിൽ മുൻപോട്ട് പോകാനേ ഞാൻ പറഞ്ഞല്ലോ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ സ്ത്രീകളുടെ ഒരു സപ്പോർട്ട് എന്തോരം ഉണ്ട്? സ്ത്രീകൾ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ലതാണെന്ന് പറയാറുണ്ട്. ഗൗരിയുടെ വയറ് കണ്ടിട്ട് നല്ലതാണെന്ന് പറയുന്നുണ്ട്, ഞങ്ങളുടെ വയറിൽ പാടുണ്ടെന്ന് പറയാറുണ്ട്, സാരി ഉടുക്കുമ്പോൾ കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ സാരി എവിടെ നിന്ന് മേടിച്ചതാണെന്ന് ചോദിക്കാറുണ്ട്. കാരണം ബാക്ക് കുറച്ച് വേണമെന്ന് പറയാറുള്ളവരുണ്ട്. പലരും പലതും എൻ്റെ ഇൻബോക്സിൽ വന്ന് പറയാറുണ്ട്. കാരണം ഞാൻ ആ ഒരു കമൻറ്റിനെ അതായിട്ടേ കണ്ടിട്ടുള്ളൂ. അവരാരും വന്നിട്ട് ഗൗരി നീ വട കാണിച്ചു അല്ലെങ്കിൽ അവൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നും പറഞ്ഞ്, പൊതുവെ ചേട്ടന്മാരും എൻ്റെ സുഹൃത്ത് വലയത്തിലുള്ളവരായാലും എൻ്റെ സുഹൃത്ത് ഫ്രണ്ട് ലിസ്റ്റിലുള്ള ഫേസ്ബുക്കിലെ ആൾക്കാരായാലും എന്നോട് മോശമായിട്ട് പറയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലുമൊക്കെ ഫേക്ക് അക്കൗണ്ടുകളിൽ വന്നിട്ട് ഈ പറയുന്നതല്ലാതെ എൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള ഒരു മനുഷ്യരും എന്നെ മോശമായിട്ട് പറയാറില്ല. കാരണം ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കാൻ നമുക്ക് നിമിഷ നേരം മതി, അല്ലാതെ എടുത്തടിച്ചിട്ട് നമുക്ക് മറുപടി പറയാനും അതിന് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അതിനെ അതിൻ്റെതായ രീതിയിൽ മാറ്റിവിടുന്നു. എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഞാൻ ചിരിച്ചോണ്ടല്ലേ ഇരിക്കത്തുള്ളൂ, ആ ഒരു ചിരി അത്രമാത്രം. കാരണം ഞാൻ നെഗറ്റീവ് തగ్గടിക്കാറില്ല, നേരെ വാ നേരെ പോവും. കാരണം പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് വൈബിൽ പോകാൻ പറ്റും. നമുക്ക് നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്നും അയ്യോ പത്തോ ചത്തേന്ന് പറഞ്ഞിട്ട് നമുക്ക് കുത്തിയിരിക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകളെ നല്ലതാക്കി കൊണ്ട് പോകണമെങ്കിൽ പോസിറ്റീവ് വൈബ് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു രീതി. ഓക്കെ, ഇപ്പോൾ ഈ 2024 പോസിറ്റീവ് വൈബായിരുന്നോ നെഗറ്റീവ് വൈബായിരുന്നോ?
അച്ഛൻ ആശുപത്രിയിലായത് മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഉം. നെഗറ്റീവ് വന്നിട്ടുള്ളൂ. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു വയ്യായിക വന്നു, ഒരു 10-17 ദിവസം ആശുപത്രിയിൽ ICUയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, നമുക്ക് താങ്ങും തണലുമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ലാത്തൊരു സമയം, ഒറ്റപ്പെട്ട ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, നമ്മൾ വിളിക്കുന്ന ദൈവം തമ്പുരാൻ മാത്രമേ നമ്മുടെ കൂടെ ഉള്ളായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പറയാം. അപ്പോൾ ഈ 2025 പ്രതീക്ഷയുടെ വർഷമാണ്. 2025 തുടക്കം ഇന്നങ്ങോട്ട് തുടങ്ങിയതല്ലേ ഉള്ളൂ. ആ തുടങ്ങിയപ്പോഴേ നിങ്ങളല്ലേ വന്ന് എനിക്ക് ചാനൽ ഇന്റർവ്യൂസിന് വന്നത്. അതിനു മുമ്പ് രാവിലെ ഒരു ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു, അവർ വന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയതേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞാണ് നിങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ ഒരു തുടക്കം നല്ലതിലേക്ക് വരട്ടെ. ഈ വർഷം അടിപൊളിയാവട്ടെ, ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട്.